ജീഹോനും ഉൺഹനെ അന്വേഷിച്ചുകൊണ്ട് ഉൺഹയുള്ള സ്ഥലത്തേക്കൊക്കെ ഓടിയെത്തുകയാണ്. മാത്രമല്ല, അവൻ ഉൺഹനെ കോൾ ചെയ്യുമ്പോഴത്തേക്കും ഉൺഹയും കോളൊക്കെ എടുക്കുന്നു. പക്ഷെ അവനും ഫോണിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നത് ഹ്യുൻവു അവന്റെ ഇഷ്ടമൊക്കെ തുറന്നു പറയുന്നതായിരുന്നു. പക്ഷെ ഉൺഹയും അതിനൊരു മറുപടി ഒന്നും പറയാതെ നിൽക്കുന്ന സമയത്താകട്ടെ അവനും അവർക്കിടയിലൊക്കെ കയറി ഇരിക്കുകയാണ്. അവനാകട്ടെ ഉൺഹയുടെ അടുത്ത് അത്യാവശ്യമായിട്ടൊരു കാര്യമൊക്കെ പറയുവാനായിട്ടായിരുന്നു അവിടെ എത്തിയതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യമാണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവനും പ്രത്യേകിച്ച് പറയുവാൻ ഒരു കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സോ അവനും വെറുതെ ഒരു കാര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് ഇന്ന് വീട്ടിലെ ക്ലീനിങ് ഡേ ആണെന്നും ക്ലീനിങ് ഡേയുടെ അന്ന് എല്ലാവരും ഒരേ സമയത്ത് അവിടെ ഉണ്ടായിരിക്കണമെന്നുമൊക്കെയാണ് അവനും പറയുന്നത്. അവൾ അതേ വീട്ടിലൊക്കെ താമസിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്കും ഇതൊക്കെ ബാധകമാണെന്നൊക്കെ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടായിരുന്നു ജിഹ്വാൻ ശ്രമിച്ചതും. അങ്ങനെ ഇരിക്കെ ഉൺഹയും അവൻ പറഞ്ഞത് പ്രകാരം വീട്ടിലേക്കൊക്കെ മടങ്ങി പോകുന്നുണ്ട്. ഇനി ജിഹ്വാന്റെ അടുത്ത് ജിഹ്വാൻ ഉൺഹയോട് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഹിനുവും ചോദിക്കുന്നു. നീ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല, നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പല പല കേസിന് പോലീസ് പിടിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഡ്രഗ് കേസിനൊക്കെ നീയും കിറ്റി ഗാങ്ങിനെ ഒറ്റ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് നിന്നെ കൊല്ലുവാനായിട്ടുള്ള ദേഷ്യം പോലും ഉണ്ട്. ഈ ഒരു സമയത്ത് നിന്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടെങ്കിൽ അയാളുടെ ജീവന് പോലും ഇത് ആപത്താണെന്നൊക്കെ ഹിനുവും അവനോട് പറയുന്നു. ഞാൻ ആരാണെന്നുള്ള കാര്യം ആരെക്കാളും നന്നായിട്ട് എനിക്കാണ് അറിയാവുന്നത്. ഞാൻ ഏത് നിമിഷവും അപകടത്തിലാണെന്നും എനിക്കറിയാം. നിങ്ങളാകട്ടെ 10 തവണ ആലോചിക്കുന്ന സമയത്ത് ഞാനൊരു 1000 തവണ അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കാറുണ്ട്. പിന്നെ എന്റെ അച്ഛന്റെ കാര്യം ഓർത്തിട്ടല്ലേ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ടെൻഷൻ? ഞാൻ എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ പോലും അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആയിരിക്കുമെന്നൊക്കെ ജീഹോനും പറയുന്നു. മീഹോയുടെ വീട്ടില് മീഹോയുടെ ഒപ്പം ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു അച്ഛനും അമ്മയും. പക്ഷെ അവർ കഴിക്കുന്ന സമയത്ത് പോലും ജൂയിങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ജൂയിങ്ങിനെ കുറിച്ച് പറയുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ അവള് ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ ടേസ്റ്റിന് എന്തോ ഒരു വ്യത്യാസമൊക്കെ അവൾക്ക് ഫീൽ ചെയ്യുകയാണ്. പക്ഷെ വീട്ടുകാരെ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഉണഹനെ ക്ലീനൊക്കെ ചെയ്യുവാനായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജിഹാനും വീട്ടിലേക്കൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അവളും വീട്ടിൽ പോകാതെ നേരെ മീഹോയുടെ വീട്ടിലേക്കൊക്കെയാണ് ചെല്ലുന്നത്. ഉണഹയും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാകട്ടെ അവരുടെ ഒപ്പം ഇരുന്ന് കാർഡൊക്കെ കളിക്കുന്നു. ഈ ഒരു സമയത്ത് ഉണഹയുടെ ഒപ്പം ഇരിക്കുന്ന എല്ലാവരും തന്നെ ഇതിലൊക്കെ പലതവണ തോറ്റു പോകുന്നുണ്ട്. പക്ഷെ ഉണഹ മാത്രമാണ് അതിൽ ജയിക്കുന്നത്. ഉൺഹയും ഇന്ന് മീഹോയുടെ വീട്ടിലേക്കാണ് താമസിക്കുന്നതെന്നൊക്കെ ജോ ഇങ്ങനെ കോൾ ചെയ്തൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ ജോയെങ്ങും ഈ ഒരു കാര്യമൊക്കെ ജിഹ്വാനോട് പറയുകയാണ്. പക്ഷെ ഇവർക്കിടയിൽ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ജുവെങ്ങിനും മനസ്സിലാകുന്നു. സോ ജുവെങ്ങും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോഴത്തേക്കും മൊത്തത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ജിഹ്വാനും ജോയിങ്ങിന് പറഞ്ഞൊക്കെ കൊടുക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ ചെന്ന സമയത്താകട്ടെ ഹ്യുനുവോ അവന്റെ ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് എന്റെ ഇഷ്ടം പറയുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ടാണ് ക്ലീനിങ് ചെയ്യുവാനായിട്ടുണ്ടെന്നൊക്കെ ഞാനും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ജിഹ്വാനും പറഞ്ഞൊക്കെ കൊടുക്കുന്നത്. ജിഹ്വാൻ തന്നെ വേണമായിരുന്നു ആദ്യം ഇഷ്ടമൊക്കെ തുറന്നു പറയുവാനായിട്ട്. ജിഹ്വാൻ ഒന്നാമത് ടൈമിംഗ് ഒക്കെ തെറ്റിച്ചിരിക്കുകയാണ്. സോ അവനും ഇനി മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ജിയോ ഇങ്ങും പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ ഉൺഹയ്ക്ക് ഹ്യുനുവിനെയാണ് ഇഷ്ടമെങ്കിലോ? ഞാനും സാധാരണ ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ എന്നൊക്കെ ജിഹ്വാൻ ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമാകട്ടെ, ഒരാൾ സത്യസന്ധമായിട്ട് അവരുടെ ഫീലിങ്സ് ഒക്കെ തുറന്നു പറഞ്ഞു, മറ്റേയാള് അത് പറയുന്നില്ല, അത്ര മാത്രമാണ്. നിനക്ക് അവളെ ശരിക്കും ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് തുറന്നു പറയുക തന്നെ ചെയ്യണം. അവളുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു ജോയിങ്ങും ജീഹോനും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പെൺകുന് മറ്റൊരു പെൺകുനെ ഇഷ്ടമാകുന്ന സമയത്താകട്ടെ ഗിഫ്റ്റായിട്ട് ഒരു റോക്കൊക്കെ അതിന് കൊണ്ടുപോയി കൊടുക്കാറൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അതും അതിന്റെ ഇഷ്ടമൊക്കെ പ്രകടിപ്പിക്കുന്നത്. ജീഹ്വാനും എന്നെ ഇഷ്ടമായിരിക്കുമെന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷെ ജീഹ്വാൻ ആകട്ടെ എന്നോട് അങ്ങനത്തെ രീതിയിൽ ഒന്നും തന്നെ സംസാരിച്ചിട്ടേ ഇല്ല എന്നൊക്കെ ഓൺഹ പറയുമ്പോഴത്തേക്കും ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ആത്മാർത്ഥമായിട്ടൊക്കെ കാര്യങ്ങൾ തുറന്നു പറയുമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനങ്ങനെയൊന്നും കരുതുവാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് മീഹോ ഇരിക്കുന്നത്. മീഹോയുടെ മനസ്സിൽ ഉണ്ടായിരുന്നതെല്ലാം തന്നെ ജോയിങ്ങിനെ കുറിച്ച് ആയിരുന്നെങ്കിൽ പോലും ഇതുപോലെ ജോയിങ്ങും മീഹോയും തമ്മിലുള്ള ബന്ധം ഒന്നും തന്നെ ഓൺഹയ്ക്ക് അറിയുകയില്ല. സോ ഇതെല്ലാം തന്നെ ജിഹ്വാനെ കുറിച്ച് പറയുന്നതാണെന്നുള്ള രീതിക്കൊക്കെയാണ് മീഹോയും സംസാരിക്കുന്നത്. രാവിലെ തന്നെ മൊത്തത്തിൽ ടീം ഒരു മീറ്റിംഗ് ഒക്കെ വെക്കുകയാണ്. ജെയ്സോ ആണ് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺഹ ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നേയില്ല. മാത്രല്ല ജിഹ്വാൻ ആകട്ടെ രാത്രിയിൽ ഉറങ്ങാതെ തെരുതെരെ അകത്തേക്കും പുറത്തേക്കും ഒക്കെ തന്നെ പോയിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. മാത്രല്ല അവളും ഇന്നലെ ഒരാളെയൊക്കെ കാണുവാനായിട്ട് പോയി. അതാകട്ടെ നമ്മുടെ ബോസ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ബോസുമായിട്ട് വഴക്കുണ്ടാക്കിയ സമയത്ത് അവൾ മറ്റൊരാളെ കാണണമെങ്കിൽ അവർ തമ്മിൽ ഇഷ്ടത്തിലേക്ക് ആക്കുവാനുള്ള സാധ്യതകളും കൂടുതലാണ്. അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ അവൾ ഉറപ്പായിട്ട് നമ്മുടെ ബോസിനെയൊക്കെ വിട്ട് വീടും വിട്ട് ഇറങ്ങിപ്പോകുന്നതായിരിക്കും. സോ നമ്മളും ബോസിനെയും അവളെ ഒന്നിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ജെയ്സോ പറയുമ്പോഴത്തേക്കും ഒരു പ്ലാനിനെ കുറിച്ചൊക്കെ ഹോങ്കിയും അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. രാവിലെ എണീറ്റ് ഫ്രിഡ്ജൊക്കെ തുറക്കുന്ന മീഹോയ്ക്കും ഛർദ്ദിക്കുവാനൊക്കെ തോന്നുന്നു. അവളാകട്ടെ കലണ്ടറൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും അവളും പ്രഗ്നന്റ് ആണോ എന്നൊരു ഡൗട്ടൊക്കെ അവൾക്ക് തോന്നുകയാണ്.
ഉൺഹയുടെ അടുത്ത് ആത്മാർത്ഥമായിട്ടൊക്കെ നിൽക്കണമെന്ന് ജോയങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജീഹോനും അവൾക്ക് മെസ്സേജ് ഒക്കെ അയക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ എത്രയൊക്കെ നോക്കിയിട്ടും അവൻ ഒരു മെസ്സേജും അയക്കുവാനായിട്ട് പറ്റുന്നില്ല. മീഹോയും ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ പോലും റിസൾട്ട് നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഉൺഹയും വീട്ടിൽ നിന്നും പോവുകയാണെന്നൊക്കെ അറിയുന്ന സമയത്ത് അവളും കയ്യിലുണ്ടായിരുന്ന ആ ഒരു റിസൾട്ട് എല്ലാം തന്നെ പോക്കറ്റിലൊക്കെ എടുത്തിട്ടിട്ട് അവളെ കൊണ്ടയാക്കുവാനായിട്ടൊക്കെ പോകുന്നു. ഉൺഹയ്ക്കും ജിഹ്വാനെ ഇഷ്ടമാണല്ലോ. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഹ്യൂനുവിന്റെ അടുത്ത് തുറന്നു പറയാമെന്നൊക്കെയാണ് അവളും കരുതുന്നത്. അങ്ങനെ അവരും വീടിന് മുമ്പിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടി എവിടേക്ക് പോവുകയാണെന്നുള്ള കാര്യമൊക്കെ അവൾക്ക് മനസ്സിലാകുന്നു. യഥാർത്ഥത്തിൽ ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഉൺഹേനെയും അതുപോലെ തന്നെ ജിഹ്വാനെയും കൂട്ടിക്കൊണ്ട് ട്രിപ്പ് പോകുവാനായിട്ടായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ ഇതൊക്കെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു മിഷനായിട്ടാണ് അവരും കാണുന്നത്. ബോസ് എന്റെ ഒപ്പം ഒന്ന് വെളിയിൽ വരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജിഹ്വാന്റെയും അതുപോലെ തന്നെ ജുയങ്ങിന്റെയും കൈയൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ടൊക്കെയാണ് ജെയ്സോയും അവരെയും കൂട്ടിക്കൊണ്ട് വെളിയിലേക്കൊക്കെ പോകുന്നത്. ജീഹ്വാന് നല്ല സുഖമില്ല. അതുകൊണ്ട് തന്നെ വണ്ടിയിലേക്കൊക്കെ കയറാമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരാകട്ടെ ഉൺഹനെ വണ്ടിക്കകത്തൊക്കെ കയറ്റുന്നു. മീഹോയും ടാറ്റയൊക്കെ കൊടുത്തിട്ട് അവരെ പറഞ്ഞയക്കുവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവരാകട്ടെ മീഹോനെ കൂടി വണ്ടിക്കകത്തൊക്കെ കയറ്റുകയാണ്. ഇനി ജീഹ്വാനെയും ചുവയിങ്ങിനെയും അവർ കൂട്ടിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരാൾ രഹസ്യമായിട്ട് ഇവരുടെയൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് ജീഹ്വാനും ശ്രദ്ധിക്കുകയാണ്. എന്താണ് സംഭവം? നീ 4 പേരോടും ആരും തന്നെ പറയുന്നില്ല. അങ്ങനെ ഇരിക്കെ വണ്ടിയൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്താകട്ടെ ജിഹ്വാനും ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവനും ഉൺഹയുടെ മടിയിലേക്കൊക്കെ പോയി ഇരിക്കുകയാണ്. പിന്നീട് അവരും വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തങ്ങ് പോകുന്നു. ഓൺഹയ്ക്കും അവരുടെ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതേസമയം ഓൺഹ ഞങ്ങളെ വിട്ടൊക്കെ പോവുകയല്ലേ, സോ അവസാനമായിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചുള്ള കുറച്ച് മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കുവാനായിട്ടാണ് ഈ ഒരു യാത്രയൊക്കെ നമ്മൾ പോകുന്നത്. നീയും ഞങ്ങളുടെ ഒപ്പം വരാമോ എന്നൊക്കെ ഹോങ്കി ചോദിക്കുന്നത് കൊണ്ട് തന്നെ അവളും കൂടെ പോകാമെന്നൊക്കെ തീരുമാനിക്കുന്നു. ഇനി മീഹോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉൺഹേനെ പോലെ തന്നെ മീഹോയ്ക്കും പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നെങ്കിൽ പോലും അവരാകട്ടെ അവളെ അവിടെ ഉപേക്ഷിച്ചു പോകുവാനായിട്ട് തയ്യാറായിരുന്നില്ല. സോ യാത്രയൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്താകട്ടെ അവൾക്കും ഇതെല്ലാം തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുമെന്നാണ് അവരും പറഞ്ഞു കൊടുക്കുന്നത്. ജീഹ്വാന്റെ അച്ഛനെ കുറിച്ചുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ആയിരുന്നു ഹിനുവും. അങ്ങനെ ഇരിക്കുകയാണ് അവിടെ അസിസ്റ്റന്റിനെയും അവൻ കാണുന്നത്. അസിസ്റ്റന്റിന്റെ മകളാകട്ടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടി വീട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട്. സോ അസിസ്റ്റന്റിന് ഇത്രയ്ക്ക് പ്രായമൊക്കെ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുകയാണെങ്കിൽ മകൾക്കും അത് നാണക്കേടാകുമെന്നൊക്കെ തോന്നിയിട്ടായിരുന്നു വീട്ടിൽ നിന്നും ഇതുപോലെ ഓഫീസിലൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു ദിവസം ഒരു സൺഡേ ഒക്കെ ആയിരുന്നു. സോ ഈ ഒരു ഫയലിനെ കുറിച്ചൊക്കെ അവർ രണ്ടുപേരും തമ്മിൽ ഡിസ്കസ് ഒക്കെ ചെയ്യുന്നു. ചിഹ്വാനാണ് അവന്റെ അച്ഛനെ ഒറ്റുകൊടുത്തത്. ആ കാര്യം എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിഹ്വാന്റെ അച്ഛൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഏറ്റവും കൂടുതൽ ആപത്തൊക്കെ ഉണ്ടാകുന്നതായിരിക്കുമെന്നൊക്കെ അസിസ്റ്റന്റ് പറയുമ്പോഴത്തേക്കും ചിഹ്വാൻ കാരണം ചിഹ്വാന് മാത്രമല്ല മറിച്ച് അവന്റെ കൂടെ നിൽക്കുന്ന ബാക്കിയുള്ള ആൾക്കാർക്കും അപകടമൊക്കെ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫയലിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കുന്നതെന്നൊക്കെ ഹിനുവും അറിയിക്കുന്നു. എന്തായാലും ഹിനുവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോൾ ആകട്ടെ ലേഡി അസിസ്റ്റന്റും ഓഫീസിലേക്കൊക്കെ എത്തി വർക്കൊക്കെ ചെയ്യുകയാണ്. ഇനി അവരും യാത്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നെ സംസാരിക്കുന്നൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കെ മേഹോ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഓറഞ്ചൊക്കെ തരാമോ എന്ന് ചീഹ്വാനോട് ചോദിക്കുമ്പോഴത്തേക്കും ചീഹ്വാനും അവൾക്ക് ഓറഞ്ചൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഉൺഹയ്ക്കും ഇതുപോലെ ഓറഞ്ചൊക്കെ കൊടുത്താലോ എന്നൊരു ഐഡിയയൊക്കെ അവനും തോന്നുന്നത്. പക്ഷെ നേരിട്ട് എങ്ങനെയാണ് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവനാകട്ടെ ഓൺഹയ്ക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഓറഞ്ചസ് ഒക്കെ നൽകുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഓൺഹയ്ക്കും അതിന്റെ തൊലിയൊക്കെ പൊളിച്ചിട്ട് കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് വണ്ടി ഒരു ബമ്പിലൊക്കെ കയറി കുലുങ്ങുന്നുണ്ട്. സോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഓറഞ്ച് എല്ലാം തന്നെ അവളുടെ മുഖത്തേക്കൊക്കെയാണ് വീഴുന്നതും. ഹിനുവും പതിവില്ലാതെ ഭയങ്കരമായിട്ട് വർക്കൊക്കെ ചെയ്തിരിക്കുകയാണല്ലോ. അങ്ങനെ ഇരിക്കെ അസിസ്റ്റന്റും ഓരോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൂട്ടുകയാണ്. അങ്ങനെ ഒടുവിലായിട്ട് അവനും ഉടനെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന സത്യമൊക്കെ അസിസ്റ്റന്റും മനസ്സിലാക്കുന്നു. നീ ഫ്ലവർ ഒന്നും ഇല്ലാതെയായിരിക്കും അവളെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടാവുക, അതുകൊണ്ടായിരിക്കും അവൾ നിന്നെ റിജക്ട് ചെയ്തതെന്നൊക്കെ അസിസ്റ്റന്റ് പറയുകയാണ്. അസിസ്റ്റന്റിന്റെ കൂടെ വർക്ക് ചെയ്ത പലരുമാകട്ടെ അസിസ്റ്റന്റിന്റെ ഒപ്പം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വളരെ രസമാണെന്നും അവനെ ഒരുപാട് പുകഴ്ത്തുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അസിസ്റ്റന്റും അതിൽ പലരെയും പ്രൊപ്പോസ് ചെയ്ത സമയത്താകട്ടെ അവരും അവനെ റിജക്ട് ചെയ്തിട്ട് പിന്നെ അവനെ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലവ് സ്റ്റോറീസിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്നൊക്കെ അസിസ്റ്റന്റ് പറയുമ്പോഴത്തേക്കും നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ആ ഇഷ്ടമൊക്കെ തുറന്നു പറയുകയാണെങ്കിൽ അയാൾക്ക് നമ്മുടെ അടുത്ത് അതേ ഇഷ്ടമൊന്നും ഇല്ല എങ്കിൽ അയാളും നമ്മുടെ അടുത്ത് നിന്ന് ഒരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ ഇരിക്കുവാനായിട്ടാണ് പലരും അവർക്ക് ഇഷ്ടമായിട്ട് പോലും അവരുടെ ഫീലിങ്സ് ഒന്നും തന്നെ ക്രഷിന്റെ അടുത്തൊന്നും തന്നെ തുറന്നു പറയാത്തത്. അങ്ങനെ തുറന്നു പറയാതിരിക്കുന്നിടത്തോളം കാലം അവർക്കും ഒന്നിച്ചൊക്കെ നിൽക്കുവാനായിട്ടും സാധിക്കുമെന്നൊക്കെ ലേഡി അസിസ്റ്റന്റും പറയുകയാണ്. ലേഡി അസിസ്റ്റന്റും എന്തോ ഒന്ന് മനസ്സിലൊക്കെ വെച്ചിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും തന്നെ ഹിനുവ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹിനുവിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അവൾ അറിയണമെന്ന് അവന് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് അവനും തന്റെ പ്രണയമൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവരോടും പറയുന്നു.
ഇപ്പോഴാകട്ടെ എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്കൊക്കെ എത്തിക്കുകയാണ്. മിഹോയും ഹെയർ ഡ്രസ്സറൊക്കെ ആണല്ലോ. അങ്ങനെ ഇരിക്കെ ഹോങ്കി ആകട്ടെ അവന് സൂട്ടാവുന്ന രീതിക്കുള്ള ഹെയർ സ്റ്റൈൽ ഏതാണെന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കുന്നു. അവളും അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഡോഹിക്കും അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ജൂയെ ഇങ്ങനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കാണ് ഓൺഹയും മൊത്തത്തിൽ സ്ഥലമൊക്കെ കാണുവാനായിട്ടൊന്ന് നടക്കുവാനായിട്ടൊക്കെ ഇറങ്ങുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.